നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന വേദനിക്കുന്ന നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരിയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തൃശൂർ ജില്ലയിൽ അടാട്ട് ഗ്രാമപഞ്ചായത്തിൽ 18-ാം വാർഡിൽ പാമ്പുങ്കൽ രാമൻ മകൻ രാധാകൃഷ്ണന്റെ വീട്ടിലേക്കാണ് ശമരിയൻ ഇന്ന് കടന്നു ചെല്ലുന്നത്. എൻ്റെ പേര് രാധാകൃഷ്ണൻ. ഞാൻ 2 കൊല്ലം മുമ്പാണ് നമുക്കിങ്ങനെ അസുഖമുണ്ടെന്ന് അറിഞ്ഞത്. ഞാൻ പട്ടാളം മാർക്കറ്റിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. ടയറിൻ്റെ കച്ചവടമായിരുന്നു. നല്ല ആരോഗ്യവും ചുറുചുറുക്കുമുള്ള ഒരു നല്ല കാലം രാധാകൃഷ്ണനുണ്ടായിരുന്നു. ഒരു ഗുഡ്സ് വാഹനം ഓടിച്ച് പണം സമ്പാദിച്ചിരുന്ന ഒരു നല്ല കാലം. ആ കാലത്ത് തന്നെ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിനടുത്തുള്ള പട്ടാളം മാർക്കറ്റിൽ ടയറിൻ്റെ ബിസിനസ്സും തുടങ്ങി. ഇതിനിടെ വിവാഹവും നടന്നു. ജീവിതം കരുപിടിപ്പിച്ചു വന്ന കാലം. സാധാരണ പോലെ വന്ന ഒരു പനിയും ചുമയുമാണ് തുടക്കം. പാരസിറ്റമോൾ കൊണ്ട് ആദ്യമൊക്കെ മാറിയിരുന്നു. പിന്നീട് ശക്തിയായ പനിയും വിറയലും, മസിൽ കയറ്റം, പാരസിറ്റമോളിൽ നിൽക്കാത്ത സ്ഥിതി. പിന്നീട് കാലിൽ നീര് വരികയും കാലിലെ രോമകൂപങ്ങളിൽ നിന്ന് ഒരു തരം ദ്രാവകം ഒലിച്ചിറങ്ങുകയും ചെയ്തു. തുടർന്ന് ചികിത്സയ്ക്കായി മിഷൻ ഹോസ്പിറ്റലിൽ പോവുകയും ചികിത്സ തുടങ്ങുകയും ചെയ്തു. അവിടുത്തെ വിശദമായ പരിശോധനയിൽ നിന്നുമാണ് രോഗം ലിവർ സിറോസിസ് ആണെന്ന് മനസ്സിലായത്. അപ്പോഴേക്കും ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തേണ്ട അവസ്ഥയിലേക്ക് രോഗം മൂർച്ഛിച്ചിരുന്നു. പേര് വിലാസിനി. എൻ്റെ മോനാണ് രാധാകൃഷ്ണൻ. അവന് അസുഖം തുടങ്ങിയിട്ട് 2 കൊല്ലം കഴിഞ്ഞു. അത് ചികിത്സ പല ആസ്പത്രികളിലും കൊണ്ടുപോയി. ഒരു കുറവും കിട്ടണില്ല. ഇനിയിപ്പോൾ ഓപ്പറേഷൻ കഴിക്കണമെന്നൊക്കെ പറയണേ 10-25 ലക്ഷം വേണം. അതിനുള്ള കഴിവിടില്ല. സ്ഥലം തന്നെ സൊസൈറ്റിയിൽ കടായിട്ട് കിടക്കണേ. മോള് 7 പഠിക്കുന്നു. ഒരു കുട്ടിയുള്ളോ. അവള് മരുവള് പോയിട്ട് വേണം ഞങ്ങൾക്ക് കഴിയാൻ. അപ്പം അതിന് ചികിത്സയ്ക്ക് വേണം. ഞങ്ങളുടെ വീട് നോക്കണം. അങ്ങനെ കഴിഞ്ഞു പോണു. ഇപ്പോൾ സാധാരണ എല്ലാ ഹോസ്പിറ്റലുകളിലും ഈ ഓപ്പറേഷൻ ഇല്ലാത്തതുകൊണ്ട് ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അന്വേഷിച്ചപ്പോൾ കൂടപ്പിറപ്പുകളുടെ കരൾ കിട്ടിയാൽ മാത്രമേ ഓപ്പറേഷൻ നടത്തൂ എന്ന് അവർ പറഞ്ഞു. തുടർന്ന് ഇവർ പോണ്ടിച്ചേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ സമീപിച്ചപ്പോൾ അവരും ഇതേ നിലപാട് തന്നെയാണ് എടുത്തത്. ആയതിനാൽ പിന്നീട് ഇവർ സ്വകാര്യ ഹോസ്പിറ്റലിനെ സമീപിക്കുകയായിരുന്നു. 2022 ഏപ്രിൽ മാസം മുതൽ തിരുവനന്തപുരം കിംസ് ഹെൽത്ത് എന്ന ആശുപത്രിയിൽ ചികിത്സയിലാണ്. എൻ്റെ പേര് അജിത. എൻ്റെ ഭർത്താവ് രാധാകൃഷ്ണൻ. ഞങ്ങൾക്കൊരു മോളാണുള്ളത്. വയസ്സായ അച്ഛനും അമ്മയും. ഭർത്താവിന് അസുഖം അറിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞു. കരൾ രോഗമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പെട്ടെന്ന് കാലുമ്മ നീരും ഇടയ്ക്കിടയ്ക്കുള്ള പനിയും ചുമയാണ് അതിൻ്റെ ലക്ഷണം കണ്ടത്. പരിശോധിച്ച് നോക്കിയപ്പോഴാണ് കരൾ രോഗമെന്ന് അറിയാൻ കഴിഞ്ഞത്. അവിടെ നിന്ന് ഞങ്ങൾ മദർ ഹോസ്പിറ്റലാണ് ആദ്യം ചികിത്സയ്ക്കായിട്ട് പോയത്. അസുഖം മരുന്നുകൊണ്ട് മാറുന്ന സ്ഥിതി കഴിഞ്ഞുവെന്നും കരൾ മാറ്റിവെക്കൽ മാത്രമാണ് ശാശ്വത പരിഹാരമെന്നും അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു. പിന്നെ ഇത് അറിഞ്ഞതിന് ശേഷം നമുക്ക് ജോലിക്ക് പോകാനൊന്നും പറ്റിയില്ല. ശരീരസ്ഥിതി വളരെ മോശത്തിലായി.
ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു ലിവർ മാറ്റി വയ്ക്കണമെന്നാണ് പറഞ്ഞത്. വേറെ അതിൽ മരുന്ന് കൊണ്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഓപ്പറേഷൻ ഏകദേശം 23 ലക്ഷം രൂപയോളം ചിലവ് വരുമെന്ന് ആശുപത്രിയിൽ നിന്നും അറിയുവാൻ കഴിഞ്ഞു. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഇവർക്ക് ഇത് അസാധ്യമായ കാര്യമാണ്. മദർ ഹോസ്പിറ്റലിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്ന് ടെസ്റ്റുകൾ ചെയ്തപ്പോഴാണ് കരൾ രോഗം എന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഡോക്ടർമാരൊരു 8 മാസത്തോളം ചികിത്സിച്ചു. അവിടുന്ന് 8 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു മരുന്ന് കൊണ്ട് ഒരു പ്രയോജനമില്ല, ഇനി ട്രാൻസ്പ്ലാന്റേഷൻ അല്ലാണ്ട് വേറൊരു നിവൃത്തിയില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞങ്ങൾ കുറച്ചും കൂടി അറിയാനായിട്ടാണ് എറണാകുളത്ത് അമൃത ഹോസ്പിറ്റലിൽ പോയി കുറച്ചും കൂടി ചികിത്സിക്കാനായിട്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ ഡോക്ടർമാർ അവിടെയും പോയി ചികിത്സകളൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് മരുന്ന് കൊണ്ട് മാറില്ല, ഓപ്പറേഷൻ അല്ലാണ്ട് വേറൊരു വഴിയില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അമൃത ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോൾ 50 ലക്ഷം രൂപയാണ് ഓപ്പറേഷൻ ചിലവ് പറയുന്നത്. അപ്പോൾ നമുക്കത് യാതൊരു വഴിയുമില്ല ഓപ്പറേഷന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരു വ്യക്തിയിൽ നിന്ന് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ കുറച്ചുകൂടി പൈസ കുറവുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോയത്. അവിടെ പോയി ഡോക്ടർമാർ പരിശോധനകൾ ചെക്കപ്പോഴും കഴിഞ്ഞു. ചികിത്സയ്ക്കും മറ്റുമായി 5 ലക്ഷത്തോളം രൂപ ഇതിനോടകം ഇവർ ചിലവാക്കി കഴിഞ്ഞു. തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് ഡോക്ടർമാർ ചെക്കപ്പുകൾ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ അല്ലാണ്ട് വേറൊരു വഴിയില്ല എന്ന് പറഞ്ഞു. അവിടെ ഒരു 2 വർഷത്തോളം ചികിത്സിച്ചു. ഒരു 5 ലക്ഷത്തോളം ചിലവായി. പ്രായമായ അച്ഛനും അമ്മയും പിന്നെ തൻ്റെ ഭാര്യയും മകളുമടങ്ങിയ ഈ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റേണ്ട ഇദ്ദേഹത്തിന് ഒരു ജോലിക്കും പോകുവാൻ പറ്റാത്ത അവസ്ഥയുമായി. നമ്മൾ തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലാണ് കാണിച്ചിട്ടുള്ളത്. സെബീർ അലിയാണ് ഡോക്ടർ. അപ്പോൾ നമുക്കവിടെ 25 ലക്ഷത്തോളം ചിലവ് വരുന്നുണ്ട് മാറ്റി വയ്ക്കാനായിട്ട്. സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. പിന്നെ വീടാണെങ്കിൽ നോട്ടീസ് വന്നിരിക്കുകയാണ്. ബാങ്കിൽ നിന്നും മുൻപെടുത്ത ഒരു ലോൺ കുടിശ്ശികയായി ഇപ്പോൾ വീട് ജപ്തിയുടെ ഭീഷണിയിലുമാണ്. ഈ അവസ്ഥയിൽ ഭാരിച്ച ഈ തുക കണ്ടെത്തി ഓപ്പറേഷൻ നടത്തുക എന്ന വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഈ കുടുംബം. ഇതിനായി ഇവർ കാരുണ്യമുള്ള സുമനസ്സുകളെ തേടുകയാണ്. കിംസ് ഹോസ്പിറ്റലിൽ 25 ലക്ഷം രൂപയാണ് അവർ പറയുന്നത്. അതിനുള്ള സാമ്പത്തികമായിട്ട് നമുക്കിപ്പോൾ എടുക്കാനായിട്ട് ഇല്ല. ഇപ്പോൾ നമ്മുടെ വീട് ജപ്തിൻ്റെ വക്കിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഓപ്പറേഷൻ അല്ലാണ്ട് വേറൊരു വഴിയില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ജീവിതം പലപ്പോഴും ഇങ്ങനെയാണ്. നമ്മെ ഏറെ മോഹിപ്പിക്കും, ചിലപ്പോൾ നിരാശപ്പെടുത്തുകയും ചെയ്യും. പക്ഷേ പ്രത്യാശയുടെ കിരണങ്ങൾ നമ്മെ കാത്തിരിപ്പുണ്ടെന്ന സത്യം നാം മനസ്സിലാക്കുന്നിടത്ത് ദൈവത്തിൻ്റെ കനിവിൻ്റെ കരങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുന്നത് നമുക്ക് കാണാനാകും. നിസ്സാരമെന്ന് നാം കരുതുന്നവരിലൂടെ പോലും ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തൃശ്ശൂർ അതിരൂപതയിലെ പുറനാട്ടുകര ഇടവക ദേവാലയത്തിലെ അസിസ്റ്റന്റ് വികാരിയാണ് ഞാൻ. എൻ്റെ പേര് ഫാദർ തോമസ് ഊക്കൻ. എൻ്റെ ഇടവകാതിർത്തിയിലെ ഒരു സഹോദരനാണ് രാധാകൃഷ്ണൻ ചേട്ടൻ. അദ്ദേഹം കരൾ സംബന്ധമായ രോഗങ്ങളാൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്പ്ലാന്റേഷൻ വേണമെന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ചികിത്സാ സഹായമായിട്ട് ഒരുപാട് പണം ഇദ്ദേഹത്തിന് ആവശ്യമായിട്ട് വരുന്നുണ്ട് ചികിത്സയ്ക്കായിട്ട്. അപ്പോൾ ഗുഡ്നസിൻ്റെ TV കാണുന്ന പ്രേക്ഷകർ, സാധിക്കുന്നവർ ഇദ്ദേഹത്തിന് പറ്റുന്ന സഹായം നിങ്ങളുടെ പറ്റാവുന്ന രീതിയിൽ ചെയ്ത് സഹായിക്കണമെന്ന് ഏറെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. ഗുഡ്നസ് ടിവിയുടെ അനേകം നല്ലവരായ പ്രേക്ഷകരിലൂടെ ആ പ്രഭാകിരണങ്ങൾ ചൊരിയുന്നത് എത്രയോ പ്രാവശ്യം നാം കണ്ടിട്ടുള്ളതാണ്. ഒരിക്കലും മായാത്ത കനിവിൻ്റെ ആ കിരണങ്ങളുടെ തിളക്കമാകുവാൻ നിങ്ങൾക്കാവട്ടെ. എൻ്റെ പേര് സണ്ണി. ഞാൻ അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ 18ാം വാർഡിലെ മുൻ മെമ്പറായിരുന്നു. രാധാകൃഷ്ണനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടായിട്ടാണ് കണ്ടിരുന്നത്. ഈ രാധാകൃഷ്ണന് ഇപ്പോൾ അടുത്ത കാലത്ത് വെച്ചിട്ടാണ് ലിവർ മാറ്റിവെക്കുന്നതിന് വേണ്ടി
അസുഖം വന്നത്. അതിൽ നിന്നാണ് ഇപ്പോൾ ഗുഡ്നസ് ടി വിക്കാർ ഈ സഹായിക്കുന്നതിന് വേണ്ടി, രാധാകൃഷ്ണൻ സഹായിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങി തിരിച്ചത്. ആ ഗുഡ്നസ് പ്രേക്ഷകർ ഈ രാധാകൃഷ്ണന് വേണ്ടി എല്ലാ സഹായം ചെയ്തു കൊടുക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. നിങ്ങളുടെ സ്നേഹത്തിലൂടെയും സഹായത്തിലൂടെയും സാന്ത്വനത്തിലൂടെയും ഇവരുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ പുതിയ പ്രഭാതം വിടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ 18ാം വാർഡ് മെമ്പറാണ്. പേര് മിനി സൈമൻ. എൻ്റെ വാർഡിലെ ഒരു വ്യക്തിയാണ് രാധാകൃഷ്ണേട്ടൻ. അദ്ദേഹം കരൾ സംബന്ധമായ അസുഖം മൂലം വളരെ ബുദ്ധിമുട്ടിലാണ്. ആൾക്ക് കരൾ മാറ്റിവെക്കുക എന്നത് മാത്രമാണ് പോം വഴിയുള്ളൂ. അപ്പോൾ ഈ കരൾ സംബന്ധമായ അസുഖം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രാധാകൃഷ്ണേട്ടനെ ഈ ഗുഡ്നസ് ടി വിയിലെ പ്രേക്ഷകർ പ്രാർത്ഥനയിലും അതുപോലെ സാമ്പത്തികമായിട്ടും സഹായിക്കണം. ഇവർ താമസിക്കുന്ന ഭവനം ജപ്തിയുടെ വക്കിലാണ്. ഇവർക്ക് പ്രായമായ മാതാപിതാക്കളാണുള്ളത്. അതിയായ ആഗ്രഹമുണ്ടായിട്ടും പ്രായമായ തൻ്റെ മാതാപിതാക്കളെ അവർക്ക് കരുതൽ ഏറ്റവും ആവശ്യമുള്ള സമയത്ത് സംരക്ഷിക്കുവാൻ കഴിയാതെ പോകുന്ന ഒരു മകൻ്റെ മാനസിക വ്യഥ നമ്മളിൽ വിഷാദം കലർത്തുന്നതാണ്. എൻ്റെ പേര് ഡേവിസ്. ഞാൻ പൊറനാട്ടിലെ ഇടവകയിലെ വിമലനാഥ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റാണ്. ഈ രാധാകൃഷ്ണൻ 2 വർഷമായിട്ട് കരൾ സംബന്ധമായ രോഗമായിട്ട് വളരെയധികം വേദന അനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. സാമ്പത്തികമായിട്ട് ഒത്തിരി പിന്നോക്കം നിൽക്കുന്ന കുടുംബം കൂടിയാണ്. അപ്പോൾ വലിയൊരു സംഖ്യ ഇപ്പോൾ ഈ ഓപ്പറേഷന് വേണ്ടിയിട്ട് വേണ്ടി വരും. അതിന് സാധിക്കാത്തൊരവസ്ഥയിൽ ഗുഡ്നസ് ടി വി കാണുന്ന എല്ലാ നല്ലവരായ പ്രേക്ഷകരും രാധാകൃഷ്ണന് വേണ്ടി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാട്ടുകാരുടെ സ്നേഹം ഇവർക്ക് പ്രാർത്ഥനയായും സഹായമായും എത്തുന്നുണ്ട് എന്നത് പ്രത്യാശ നിർഭരമായ ഒരു അനുഭവമാണ്. എൻ്റെ മോന് വേണ്ടി നാട്ടുകാരോട് സഹായം ചോദിക്കുന്നു, അല്ലാണ്ട് യാതൊരു പാവം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് നാട്ടുകാരുടെ സഹായം മാത്രം ഞങ്ങൾക്കുള്ളപ്പോൾ എൻ്റെ മോനെ രക്ഷിക്കണം. നാട്ടുകാരുടെ സഹായം കൊണ്ട് എൻ്റെ മോൻ്റെ രോഗം മാറ്റി തരണമെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനം നഷ്ടപ്പെടുമോ എന്ന ആശങ്ക ഇവരുടെ ജീവിത പ്രാരാബ്ദങ്ങളുടെ നടുവിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ഈ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകർ നിങ്ങളാൽ കഴിയുന്ന വിധം ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളെ ഓർക്കണമേ. ഈ പ്രാർത്ഥനകൾക്ക് ഒരു ഉത്തരമായി മാറുവാൻ നമുക്കാവട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടി വിയിലെ സമറിയൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ കവിത എന്ന സഹോദരിക്ക് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോഴും നിൽക്കുന്നത്. 10 വർഷമായിട്ട് കിഡ്നി ഫെയിലിയർ ആയതിൻ്റെ ഫലമായിട്ട് ഡയാലിസിസിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയാണ് ശ്രീമതി കവിത. ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. അവരുടെ കുടുംബം ഒരു നിർധന കുടുംബമാണ്. ഭർത്താവിന് ഓട്ടോറിക്ഷയാണ് ജോലി. 2 പെൺകുട്ടികളാണുള്ളത്. ഒരാൾ ഡിഗ്രിക്കും മറ്റേയാൾ 10ാം ക്ലാസ്സിനും പഠിക്കുന്നു. മറ്റ് പ്രത്യേകിച്ച് വരുമാന മാർഗമൊന്നും അവർക്ക് ഇല്ല. ചാലക്കുടി അടുത്ത് കൂടപ്പുഴയിലാണ് അവരുടെ വീട്. അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് ഈ സഹോദരിയെ പരിചയപ്പെടാനും അവരുടെ അവസ്ഥ ഗുഡ്നസ് ടി വിയിലൂടെ കാണിക്കാനും ഇടയായത്. അപ്പോൾ ഗുഡ്നസ് ടി വിയുടെ നല്ലവരായ പ്രേക്ഷകർ വളരെ നിർലോഭമായിട്ട് അതിനോട് സഹകരിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് 1,80,000 രൂപ സമാഹരിക്കുന്നതിനും ഇപ്പോൾ ശ്രീമതി കവിതയ്ക്ക് കൈമാറുന്നതിനുമായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ
ഗുഡ്നസ് ടി വിയുടെ നല്ലവരായ ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ ഞാനിപ്പോൾ ഈ തുക കവിത എന്ന സഹോദരിക്ക് കൈമാറുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടി വിയിലൂടെ കവിത എന്ന സഹോദരിയെ പരിചയപ്പെടുത്തിയപ്പോൾ 1,80,000 രൂപ നമുക്ക് സമാഹരിക്കാനായിട്ട് സാധിച്ചു. അതിപ്പോൾ കൊടുക്കുവാനുമായിട്ടും സാധിച്ചു. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇത് നിങ്ങൾ സഹകരിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് സാധിക്കുന്നത്. ഞങ്ങളൊരാവശ്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അത് നിങ്ങളുടെ ഒരു ആവശ്യമായിട്ട് കണ്ട് ഏറ്റെടുത്ത് അതിന് സഹായിക്കാൻ തയ്യാറായപ്പോഴാണ് ഇത്രയും വലിയൊരു തുക നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചത്. ഇത് സംഭാവന ചെയ്തത് വളരെ പാവപ്പെട്ടവരും ഓട്ടോറിക്ഷ തൊഴിലാളികളും ചുമട്ടുതൊഴിലാളികളും ആയിട്ടുള്ള ആളുകളാണ്. പലരും എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, കൊടുക്കാനായിട്ടുണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ അത് കണ്ട് അവരുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ കൊടുക്കാതിരിക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് ചെറിയൊരു തുകയാണ്, അച്ഛൻ മറ്റൊന്നും വിചാരിക്കരുത് എന്നൊക്കെ പറഞ്ഞാണ് പലരും ഈ കാശ് അയച്ചു തരുന്നത്. പ്രിയപ്പെട്ടവർ, മറ്റുള്ളവരുടെ ഒരു വേദനയെ, ഒരു രോഗത്തെ തൻ്റേതായിട്ട് കണ്ട് ഏറ്റെടുത്തതുകൊണ്ടാണ് അവർക്കങ്ങനെ ചെയ്യാനായിട്ട് സാധിച്ചത്. ചിലരെന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ അങ്ങനെ ഒരു അസുഖം എനിക്ക് വരുമായിരുന്നെങ്കിൽ ഞാൻ എന്തുമാത്രം കാശ് മുടക്കേണ്ടതായിട്ട് വരുമായിരുന്നു, ദൈവം അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാക്കിയില്ലല്ലോ, അതുകൊണ്ട് എൻ്റെതിൽ നിന്ന് ഞാനൊരു ഭാഗം തരുന്നതിൽ എന്താ തെറ്റ് എന്ന് വരെ ചോദിച്ച ആളുകളുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളുമൊക്കെ സ്വന്തം വേദനയും ദുഃഖവും സങ്കടവുമൊക്കെ ആയിട്ട് കണ്ടതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരുന്നതിനായിട്ട് സാധിച്ചത്. ഈ അവസരത്തിൽ ഗുഡ്നസ് ടി വിയുടെ പേരിൽ നിങ്ങളുടെ നല്ല മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങളിലും ജീവിതത്തിലും ദൈവം എപ്പോഴും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് നിങ്ങൾക്ക് വിജയവും സന്തോഷവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ടും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ആ സഹോദരിയെ നമുക്ക് ഓർക്കുകയും ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. രോഗസൗഖ്യം നൽകി ദൈവം ആ സഹോദരിയെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഗുഡ്നസ് ടി വിയുടെ എല്ലാ നല്ല പ്രേക്ഷകർക്കും ഗുഡ്നസ് ടി വിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി. സഹോദരന്മാരെ, എൻ്റെ പേരിലും വീട്ടുകാരുടെ പേരിലും നന്ദി.